അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഷുഡ് ബി ദ മെഷർ ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഹൂസ് ഏരിയ ഈസ് 162 സെൻറ്റിമീറ്റർ സ്ക്വയർ? ഓപ്ഷൻ എ 15 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 19 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 18 സെൻറ്റിമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 14 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഏരിയ 162 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു സ്ക്വയറിൻ്റെ, അതായത് ഒരു സമചതുരത്തിൻ്റെ ഡയഗണൽ ആവാൻ സാധ്യതയുള്ള, ഡയഗണൽ അതായത് വികരണമാവാൻ സാധ്യതയുള്ളത് അളവ് എത്രയാണ്? അതായത് ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇതിൽ ഏതാണ് 162 സെൻറ്റിമീറ്റർ സ്ക്വയർ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവായി വരുന്ന ഒരു സമചതുരത്തിൻ്റെ വികരണമാകാൻ സാധ്യതയുള്ള അളവ്? റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഏരിയ എന്താണ്? ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 162 സെൻറ്റിമീറ്റർ സ്ക്വയറും തന്നിട്ടുണ്ട്. റൈറ്റ്. നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് ഡയഗണൽ, അതായത് ഡി ആണ് കണ്ടുപിടിക്കാനുള്ളത്. റൈറ്റ്. അപ്പോൾ ഡി കാണാനുള്ള ഫോർമുല എന്താണ്? നമ്മൾ അവിടെ പഠിച്ചത് എന്താണ്? ഏരിയ കാണുന്നതിന് d²/2 എന്ന് പ്രീവിയസ് വീഡിയോ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള എന്താണ്? ഡയഗണൽ കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. അപ്പം ഡി ഈക്വൽ ടു, ഇത് അല്പം സിംപ്ലിഫൈ ആണെങ്കിൽ d² ഏരിയ ഇൻറ്റു 2 എന്ന് എഴുതാം. അടുത്ത് ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് ഏരിയ ഇൻറ്റു 2. റൈറ്റ്. ഇത് നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രീവിയസ് വീഡിയോയിൽ ഡയഗണൽ ഏരിയ എന്നിരുന്നാൽ എങ്ങനെ ഡയഗണൽ കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഇത് മുതലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്. ഇതത്രയും നമുക്കറിയായിരുന്നു. നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോർമുല നമ്മൾ കാണാതെ പഠിച്ചതാണ്. ഓക്കെ, അതിപ്പോൾ എങ്ങനെ എഴുതാം? 162 ഇൻറ്റു 2. ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് 162ൻ്റെ റൂട്ട് കണ്ടുപിടിക്കാം. റൈറ്റ്. 162 എന്ന് പറയുമ്പോൾ 2, 16 2 8 പ്രാവശ്യം, 2 1 പ്രാവശ്യം. ഇതിനെ നമുക്ക് എത്ര കൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാം അല്ലേ? 3 കൊണ്ട് ചെയ്യുമ്പോൾ 8 3 2 പ്രാവശ്യം, 6, റിമൈനിങ് ഉള്ള 2 21, 7 3 21. റൈറ്റ്. 7 എഴുതി. 3 ചെയ്യുമ്പോൾ 9 3 27, 3 9 3 3 പ്രാവശ്യം 3. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? മൊത്തം 4 3 ഒരു 2. റൈറ്റ്. അപ്പോൾ അതെങ്ങനെ എഴുതാം? ഈക്വൽ ടു ഒരു 2 കിട്ടി. അടുത്ത് 4 3 ഇവിടെ നമുക്ക് ഒരു ആൾറെഡി ഇൻറ്റു 2 ഉണ്ടല്ലേ. ഇനി ഇതിൻ്റെ റൂട്ടാണ് കാണാനുള്ളത്. നമുക്ക് റൂട്ട് വാല്യൂ ഒന്നും കാണേണ്ട ആവശ്യമില്ല, അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2 പെയർ ഇതെടുക്കുക. ഈ 2 3 ഒരു പെയർ, ഈ 3 2 പെയർ, ഈ 2 കൂടെ ഒരു പെയർ. ഇതിൽ നിന്നെല്ലാം ഓരോന്ന് പുറത്തെടുക്കുക. റൈറ്റ്. അപ്പോൾ എന്ത് വരും? ഇവിടുന്ന് ഒരു 2, ഇവിടുന്ന് ഒരു 3, ഇവിടുന്ന് ഒരു 3. അതായത് ഇപ്പം എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3 എത്ര വന്നു? 3 3 9, 9 2 18 എന്ന് വന്നു. റൈറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നമ്മുടെ വികരണത്തിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയാണ്? 18. അതായത് ഓപ്ഷൻ സി ആണ് ആൻസർ. ഇല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത് കൺഫ്യൂഷനാണ്, ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കൺഫ്യൂഷനാണെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മൾ റൂട്ട് ഓഫ് 162 ഇൻറ്റു 2 അതിനെ ഗുണിക്കുക. അപ്പോൾ എത്ര വന്നു? 160ൻ്റെ ഇരട്ടി 320, 320 324. റൈറ്റ്. 324. ഇതിൻ്റെ റൂട്ട് എത്ര കണ്ടുപിടിച്ചാൽ 324ൻ്റെ റൂട്ട് എത്രയായിരിക്കും? അത് 18 തന്നെയായിരിക്കും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനേ ഉള്ളൂ. 324ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 18 ആയിരിക്കും. അപ്പോൾ 18 ആൻസർ കിട്ടി. റൈറ്റ്. ഇത് വേണമെങ്കിൽ 324 ഇങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. 324 ഇതിന് 2 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ 3 2 ഒരു പ്രാവശ്യം, റിമൈനിങ് 1 ഉണ്ട്. 1 2 12, 12 2 6 പ്രാവശ്യം, 4 2 2 പ്രാവശ്യം. ഇനി ഇതിനെ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 16 2 8 പ്രാവശ്യം, 2 1 പ്രാവശ്യം. അടുത്ത 3 കൊണ്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ 27 പ്രാവശ്യം. അടുത്ത 3 കൊണ്ട് ചെയ്യുമ്പോൾ 27 3 9 പ്രാവശ്യം. അടുത്ത് ചെയ്യുമ്പോൾ 9 3 3 പ്രാവശ്യം. റൈറ്റ്. നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ
റൂട്ട് എടുക്കുമ്പോൾ എന്തായി 3 2 നേരത്തെ പോലെ തന്നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുക, അപ്പോൾ കിട്ടും 18. റൈറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 18ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആകെ ഒരു 2 സ്റ്റെപ്പ്, ഈ ഫോർമുല അറിയാമെന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. അതായത് 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് ആൻസറിൽ എത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഫിഗറുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ സിലിണ്ടർ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റഡ് ഇൻറ്റു എ സ്പിയർ ഓഫ് റേഡിയസ് 2 സെൻറ്റിമീറ്റർ. ഹൗ മെനി സച്ച് സ്പിയർ ആർ ഗോട്ട്? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 15 ആൻഡ് ഓപ്ഷൻ ഡി 28. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 4 സെൻറ്റിമീറ്റർ റേഡിയസ്, അതായത് ആരവും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടർ, അതിനെ ഉരുക്കി 2 സെൻറ്റിമീറ്റർ റേഡിയസ്, അതായത് 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു സ്പിയർ, അതായത് ഗോളം നിർമ്മിക്കുകയാണ് എങ്കിൽ ഈ 2 സെൻറ്റിമീറ്റർ അളവുള്ള എത്ര ഗോളങ്ങൾ ഈ സിലിണ്ടറിൽ നിന്ന് നിർമ്മിക്കാൻ പറ്റും? റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: 4 സെൻറ്റിമീറ്റർ ആരവും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു സിലിണ്ടറിനെ ഉരുക്കി 2 സെൻറ്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ നിർമ്മിക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സിലിണ്ടറിനെ ഉരുക്കിയാണ് ഗോളങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് വോളിയമാണ്. അതായത് ഒന്നിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ടോട്ടൽ അളവാണ് വോളിയം. അപ്പോൾ ഈ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അടുത്തറിയാനുള്ള കാര്യം, ഈ എത്ര സ്പിയർ നിർമ്മിക്കുന്നുവോ ആ സ്പിയറുകളുടെ എല്ലാം വോളിയം, ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയത്തിന് തുല്യം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കണം. അതായത് ഈ സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയം എത്രയാണോ അതിൽ നിന്നാണ് നമ്മൾ ഈ സ്പിയറുകൾ, അതായത് ഗോളങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ടോട്ടൽ നിർമ്മിക്കുന്ന സ്പിയറുകൾ, അവയുടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഒരിക്കലും സിലിണ്ടറിൻ്റെ വോളിയത്തേക്കാൾ കൂടില്ല. റൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് ആദ്യം സിലിണ്ടറിൻ്റെ റേഡിയസ് എത്ര വന്നിട്ടുള്ളത്? 4 സെൻറ്റിമീറ്റർ ആണല്ലേ. ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ അറിയാനുള്ള 2 ഫോർമുലയുണ്ട്. ഒന്ന്, സിലിണ്ടറിൻ്റെ വോളിയം കാണുന്നതിനുള്ള ഫോർമുലയാണ് πr²h. അതുപോലെ തന്നെ സ്പിയറിൻ്റെ വോളിയം കാണുന്നതിനുള്ള ഫോർമുലയാണ് 4/3 πr³. റൈറ്റ്. അപ്പോൾ രണ്ട് ഫോർമുല, ഇത് 2 ഫോർമുല നമ്മൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്. അപ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല πr²h, സ്പിയറിൻ്റെ, അതായത് ഗോളത്തിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല 4/3 πr³. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ സിലിണ്ടറിൻ്റെ വോളിയത്തെ സ്പിയറിൻ്റെ വോളിയം കൊണ്ട്, അതായത് ഒരു സ്പിയർ, അതായത് എത്ര സ്പിയർ നിർമ്മിക്കാൻ പറ്റുമെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിൽ ഒരു സ്പിയറിൻ്റെ വോളിയം കൊണ്ട് സിലിണ്ടറിൻ്റെ ടോട്ടൽ വോളിയത്തെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര സ്പിയറുകൾ നിർമ്മിക്കാൻ പറ്റുമെന്ന് കിട്ടും. റൈറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു വലിയ സിലിണ്ടറാണ്, ആ വലിയൊരു സിലിണ്ടറിൽ നിന്ന് കൊച്ചു സ്പിയറുകൾ നിർമ്മിക്കുകയാണ്. റൈറ്റ്. അപ്പോൾ അതിൽ ഒരു സ്പിയറിൻ്റെ വോളിയം കൊണ്ട് ടോട്ടൽ സിലിണ്ടറിൻ്റെ വോളിയത്തെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും എത്ര എണ്ണമെന്ന്. റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്പിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് one of the sphere. Right.
അതായത് ഈ സ്പിയറുകളിൽ ഒരെണ്ണത്തിൻ്റെ, അതായത് എല്ലാ സ്പിയറും നമ്മൾ നിർമ്മിക്കുന്നത് ഒരേ റേഡിയസിലാണ്, 2 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് നിർമ്മിക്കുന്നത്. വോളിയത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എത്ര സ്പിയറുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ എന്താണ് നമ്മൾ നോക്കിയത്, ഫോർമുല എന്താണ്, πr²h. പൈ അതുപോലെ എഴുതുക, r²h. r എന്ന് പറയുന്നത് റേഡിയസ്, നമുക്ക് തന്നിട്ടുണ്ട്. സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ഇങ്ങനെ എഴുതാം, എളുപ്പത്തിന് വേണ്ടി 4 × 4 എന്ന് എഴുതാം. റൈറ്റ്. r² എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ 4 ആണ്. 4² എന്ന് പറയുമ്പോൾ 4 × 4 നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അടുത്ത് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വൺ ഓഫ് ദി സ്പിയർ. റൈറ്റ്. അപ്പോൾ സ്പിയറിൻ്റെ ഫോർമുല എന്താണ്, 4/3 പൈ ഉണ്ട്, r³ ആണ്. r എന്ന് പറഞ്ഞാൽ റേഡിയസ് എത്രയാണ്, സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ 2 × 2 × 2. റൈറ്റ്. അപ്പോൾ നമ്മൾ എഴുതി. അടുത്തതിൽ മാക്സിമം ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്യുക. പൈയും ക്യാൻസൽ ചെയ്തു. 2 കൊണ്ട് 5 ക്യാൻസൽ ചെയ്യുമ്പോൾ 10ൽ 2 5 പ്രാവശ്യം. അടുത്ത 2 കൊണ്ട് 4 ക്യാൻസൽ ചെയ്യുമ്പോൾ 2. അടുത്ത 2 കൊണ്ട് 4 ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെയും 2. റൈറ്റ്. ഇനി ഇവിടെ ഒരു 4/3 ഉണ്ട്, അത് നോക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് 2 × 2 × 5. റൈറ്റ്. ഇവിടെ ഉള്ളത് 4/3 ആണുള്ളത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രാക്ഷൻ നമ്പർ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, അതിനെ മൾട്ടിപ്ലൈ എന്ത് ചെയ്യണം, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി അല്ലേ. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3/4. റൈറ്റ്. ഇനി നമുക്കിവിടെ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 4ൽ 2 ടൈംസ്, 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുക. റിമൈനിങ് വരുന്നത് 5ഉം 3ഉം ആണ്. 5 × 3 എന്ന് പറയുന്നത് 15. അതായത് ഈ സിലിണ്ടറിൽ നിന്ന് നിർമ്മിക്കാൻ പറ്റുന്ന സ്പിയറുകളുടെ എണ്ണം എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് സ്പിയേഴ്സ് എന്ന് പറയുന്നത് 15 ആണ്, 15 ആണ്. റൈറ്റ്. അപ്പം തന്നിരിക്കുന്ന ഓപ്ഷനിൽ സി ആണ് ആൻസർ. 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര പ്ലസ് 95 ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം എത്ര? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 0. ക്വസ്റ്റ്യൻ ഒന്നും എടുത്ത് എഴുതാം നമുക്ക്. എന്താണ് വന്നിട്ടുള്ളത്, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര പ്ലസ് 95 ഫാക്ടോറിയൽ, ഇതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് ശിഷ്ടം കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഫാക്ടോറിയൽ എന്തെന്ന് നമുക്കറിയാം. എന്താണ് ഫാക്ടോറിയൽ? ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 ഫാക്ടോറിയൽ എന്നാൽ അതിനെങ്ങനെ നമുക്ക് എഴുതാം, 1 × 2 × 3. റൈറ്റ്. ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ ഫാക്ടോറിയൽ തന്നാൽ എന്താണ് ചെയ്യുള്ളത്, 1 മുതൽ ഏത് നമ്പറിൻ്റെ ഫാക്ടോറിയലാണോ ചോദിച്ചിട്ടുള്ളത് ആ നമ്പർ വരെ മൾട്ടിപ്ലൈ ചെയ്യുക. 4 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4. അങ്ങനെ ഫാക്ടോറിയൽ ഏത് നമ്പറിൻ്റെ ആണോ ഫാക്ടോറിയൽ കാണാനുള്ളത് ആ 1 മുതൽ ആ നമ്പർ വരെയുള്ള നമ്പറുകളുടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ്, 1 മുതൽ 95 വരെയുള്ള ഫാക്ടോറിയലുകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമ്മളെന്ത് പറയാം, ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. സിമ്പിൾ. ഇവിടെ നോക്കുകയാണെങ്കിൽ 1 ഫാക്ടോറിയൽ, ഇതിനെ എക്സ്പാൻഡ് ചെയ്തൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ 1 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം, 1 എന്ന് മാത്രം എഴുതാം. പ്ലസ് 2 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം, 1 × 2. പ്ലസ് 3 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം, 1 × 2 × 3. പ്ലസ്. ഓക്കെ. അപ്പോൾ അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടെ എഴുതി. അപ്പോൾ ഇത് 1ൻ്റെ ഫാക്ടോറിയൽ 1 മാത്രം, 2ൻ്റെ ഫാക്ടോറിയൽ 1 × 2. അടുത്ത് 3ൻ്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3. അതേസമയം 4ൻ്റെ ഫാക്ടോറിയൽ ആണെങ്കിൽ 1 × 2 × 3 × 4. അങ്ങനെ ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഏതൊരു എഴുതി, 7 ഫാക്ടോറിയൽ ഒന്ന് എഴുതിയിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. റൈറ്റ്. അതായത് 95 ഫാക്ടോറിയൽ വരെ കണ്ടിന്യൂ ചെയ്തു പോകും. അവയുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാൻ നമുക്ക് മനസ്സിലാവും. അപ്പം ഈ ഫസ്റ്റ് ഡിജിറ്റിനെ നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം 1നെ ഒരിക്കലും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഡിജിറ്റിനെ പറ്റുമോ? ഇല്ല. മൂന്നാമത്തത് പറ്റില്ല. നാലാമത്തത് പറ്റില്ല. 5നെ പറ്റുമോ? പറ്റും. കാരണം എങ്ങനെ, നമുക്ക് 15 കൊണ്ട് ഈ 5നെയും ക്യാൻസൽ ചെയ്യാം, 3നെയും ക്യാൻസൽ ചെയ്യാം.
5 3 ക്യാൻസൽ 15 ആയല്ലോ. അടുത്ത് ഇവിടെ വരുമ്പോഴും 5 3 ക്യാൻസൽ. അപ്പം അതായത് ഈ 5 ഫാക്ടോറിയൽ മുതൽ നമുക്ക് റൈറ്റിലോട്ട് എത്ര എഴുതിയാലും 95 ഫാക്ടോറിയൽ വരെയുള്ള ഏതെടുത്താലും നമുക്കതിനെ 15 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് അവിടെ ശിഷ്ടമല്ല, പൂർണ്ണമായി ഡിവൈഡ് ചെയ്ത് പോകും. അത് ഡൗട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഡൗട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണ്, ഇതൊരു എക്സാമ്പിളാണ്. ഇപ്പം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, റൈറ്റ്? ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്പറുകൾ 3 × 2 പ്ലസ് 2 × 6 × 1 പ്ലസ്, ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത് വരുന്ന നമ്പർ 5 × 3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു നമ്പർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ തന്നാൽ, ഇപ്പം നമുക്ക് മാത്സിലൊക്കെ നമുക്കറിയാം, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഈ ലാസ്റ്റ് ഗ്രേഡ് ലെവലിലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചോദിക്കാം, സോൾവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് ഈ 3 കൊണ്ട് തന്നെ ഈ പ്ലസ് കഴിഞ്ഞുള്ള ഈ ഓരോന്നിൻ്റെ അകത്തുള്ളതും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിവിടെ 3 കൊണ്ട് ഈ 3നെ ക്യാൻസൽ ചെയ്യാം. അടുത്ത് ഇവിടെ 6നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2, 3നെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാവുന്നതാണ്, റൈറ്റ്? ഇതുപോലെ തന്നെ ഈ പ്ലസ് കഴിഞ്ഞുള്ളത്, അതായത് ഇപ്പോൾ ഇവിടെ എടുക്കുക ഇങ്ങനെ, ഇവിടെ എടുക്കുക ഇങ്ങനെ. അപ്പം ഓരോ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനുള്ള 15 ആണ്. 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം പറ്റും. അതായത് ഈ 5 ഫാക്ടോറിയൽ മുതൽ 95 ഫാക്ടോറിയൽ ഇങ്ങോട്ട് ഏതെടുത്താലും നമുക്ക് പറ്റും. കാരണം ഇപ്പോൾ ഇവിടെ ഈ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ 6ൻ്റെ ഫാക്ടോറിയൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3നെയും 5നെയും തന്നെ ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഇവിടെ വരുമെങ്കിലും ചെയ്യാം. അതായത് അങ്ങോട്ടുള്ള എല്ലാത്തിലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, റൈറ്റ്? അതായത് അവയെല്ലാം പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് 15 കൊണ്ട്. പക്ഷേ 5 ഫാക്ടോറിയൽ മുമ്പേ, 5 ഫാക്ടോറിയൽ മുമ്പേ ഉള്ള ഇത്രയും മാത്രം പോർഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും, റൈറ്റ്? അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അപ്പോൾ ഇങ്ങോട്ട് എന്തായാലും കിട്ടുമെന്ന് അറിയാം. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാനുള്ളത് ഇവയെ ഈ 4, അതായത് 1 2 3 4 ഇവയെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരുമെന്ന് നോക്കുക, റൈറ്റ്? അതായത് ഇതിനും ശേഷമുള്ള ഇങ്ങോട്ടുള്ള റിമൈനിങ് പാർട്ട് അത്രയും 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്കിൽ ഈ പാർട്ടിനെ ഫുള്ളും ഈ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ ഇവയെ ടോട്ടൽ എടുത്തതിന് ശേഷം അവയെ 15 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി, റൈറ്റ്? അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 1ൻ്റെ ഫാക്ടോറിയൽ 1 പ്ലസ് 2 × 1 2 പ്ലസ് 3 × 2 6 6 × 1 6 പ്ലസ് 4 × 3 12 12 × 2 24. അപ്പോൾ ഇത്രയാണ് നമുക്കുള്ളത്, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ സിംപ്ലിഫൈ എങ്ങനെ കിട്ടും? 26 + 6 എത്രയാണ്? 30 30 + 2 32 32 + 1 33, റൈറ്റ്? അടുത്ത് ചെയ്യാനുള്ളത് ഈ 33യെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര വരും നോക്കാം. 33യെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 2 × 30 വന്നു, റിമൈനിങ് ഉള്ളത് 3. അതായത് ശിഷ്ടം എത്ര കിട്ടി? 3. അപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കുക എത്രയാണ് ഈ ഹോൾ സൊല്യൂഷനെ, അതായത് നമുക്ക് 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എറ്റ്സെട്ര പ്ലസ് 95 ഫാക്ടോറിയലിനെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 3 ആയിരിക്കും. കാരണം എന്താണ്? ഈ 5 ഫാക്ടോറിയൽ മുതൽ റിമൈനിങ് ഉള്ള എല്ലാത്തിനെയും 15 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പറ്റാത്തത് ഇത്രയും പോർഷനെയാണ്. അതായത് ഇവിടെയൊക്കെ റിമൈൻഡർ എത്രയാണ്? 0 ആയിരിക്കും വരുന്നത്. ഈ പോർഷൻ ഫുള്ളുമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇവയ്ക്ക് എത്ര റിമൈൻഡർ വരും നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3. അപ്പം ഇതിൻ്റെ ആൻസർ എത്രയാണ്? 3 ആണ്, റൈറ്റ്? A and B can do a piece of work in 6 days and 8 days respectively. With the help of C, they completed the work in 3 days and earned rupees 1848. What was the share of C? Option A rupees. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കുന്നത് ടൈം ആൻഡ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: A and B can do a piece of work in 6 days and 8 days respectively. With the help of C, they completed the work in 3 days and earned rupees 1848. What was the share of C? Option A rupees 924. Option B rupees 693. Option C rupees 462 and option D 231 rupees, right? അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്:
A and B can do a piece of work in 6 days and 8 days respectively. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ് ഏൺഡ് റുപ്പീസ് 1848. അവർ അതിൻ്റെ വരുമാനമായി എത്ര കിട്ടി? 1848. വാട്ട് വാസ് ദ ഷെയർ ഓഫ് സി? റൈറ്റ്. അപ്പോൾ എ, ബി, സി എന്നീ 3 വ്യക്തികളുണ്ട്. അവയിൽ എ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി ബി 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ. സി എന്ന് പറയുന്ന വേറൊരാളുണ്ട്, അയാൾ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും സിയും കൂടി ഒരുമിച്ച് ആ ജോലി ചെയ്തു, അത് 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. 3 പേര് ഒരുമിച്ച് ചെയ്തപ്പോൾ 3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് അതിൻ്റെ കൂലിയായി കിട്ടിയത് 1848. റൈറ്റ്. എങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്? ഇതിൽ എ, ബി, സി, ഇതിൽ സിയുടെ ഷെയർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് നോക്കാനുള്ളത് എഫിഷ്യൻസി അനുസരിച്ചാണ്. അതായത് ഓരോരുത്തരും ചെയ്യുന്ന വർക്കിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചാണ് കൂലി. അപ്പോൾ എ, ബി, സി എന്നീ 3 വ്യക്തികളുണ്ട്. റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം. എയുടെ എത്രയാണ് എന്നിട്ടുള്ളത്? എ ഒറ്റയ്ക്കാണെങ്കിൽ 8 ദിവസം കൊണ്ട്, 6 ദിവസം കൊണ്ട്. റൈറ്റ്. ബി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ്? 8 ദിവസം കൊണ്ട്. അടുത്തെന്താണ് എന്നിട്ടുള്ളത്? എ, ബി, സി എന്നിവ 3 പേരും ഒരുമിച്ച് ചെയ്തപ്പോൾ എത്ര ദിവസം കംപ്ലീറ്റ് ചെയ്തു? 3 ദിവസം കൊണ്ട്. റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് സിയുടെ എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോ ചെയ്തിരുന്നു LCM മോഡൽ. റൈറ്റ്. നമുക്ക് അത് വെച്ച് ഫോളോ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവയുടെ LCM എന്താണ്? 6, 8, 3. ഇവയുടെ LCM എത്രയാണ്? ഇപ്പോൾ ഇവിടെ 3 വെച്ച് ചെയ്യുകയാണെങ്കിൽ 6ൽ 3 2 പ്രാവശ്യം, 8 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 3ൽ 3 1 പ്രാവശ്യം. ഇത് ഇനിയും ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2ൽ 2 1 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം 1. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 3 × 2 6, 6 × 4 24. റൈറ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 24 എന്ന് കിട്ടി. റൈറ്റ്. അപ്പോൾ ഇതിനെ ഓരോന്ന് എഫിഷ്യൻസി എങ്ങനെ അറിയാം? 24 ഡിവൈഡ് ബൈ 6 എത്രയാണ്? 4 6 24. 8നെ ചെയ്യുമ്പോൾ 24 ഭാഗം 8 എന്ന് പറയുമ്പോൾ 3, 3 8 24. 24നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 8 3 24. റൈറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി എയുടെ മാത്രം എഫിഷ്യൻസി 4, ബിയുടെ മാത്രം എഫിഷ്യൻസി 3. എയും ബിയും സിയും കൂടി ചേരുമ്പോൾ എത്രയായി? 8ആയി. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? എത്രയായിരിക്കും സിയുടെ എഫിഷ്യൻസി? ടോട്ടൽ എഫിഷ്യൻസി 8, എയുടെയും ബിയുടെയും തമ്മിൽ കൂട്ടുമ്പോൾ 7. അപ്പോൾ സിയുടെ എഫിഷ്യൻസിന് 1. റൈറ്റ്. ടോട്ടൽ എയും ബിയും സിയുടെ എഫിഷ്യൻസി കൂട്ടുമ്പോൾ കിട്ടുന്ന എത്രയാണ്? 8. എയുടെ എഫിഷ്യൻസി 4, അതിൽ ബിയുടെ എഫിഷ്യൻസി അതിൽ 3. അപ്പോൾ ടോട്ടൽ 7 എഫിഷ്യൻസി എങ്ങനെ പോയി? അപ്പോൾ സിയുടെ എഫിഷ്യൻസിന് 1 ആയിരിക്കും. റൈറ്റ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? സിയുടെ ഷെയറാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ടോട്ടൽ ഇവരുടെ അവർക്ക് മൊത്തമായി കിട്ടിയ കൂലിയാണ് 1848. ഇതിൽ സിയുടെ എത്രയെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിയുടെ ഷെയർ എങ്ങനെ ആയിരിക്കും? ഞാൻ പറഞ്ഞു എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും. അതായത് ടോട്ടൽ എഫിഷ്യൻസി 8. അതിൽ സിയുടെ എഫിഷ്യൻസി എത്രയാണ്? 1. റൈറ്റ്. അപ്പോൾ 8ൽ 1 1848ൻ്റെ ടോട്ടൽ കൂലിയുടെ 8ൽ 1 ഭാഗമായിരിക്കും ആർക്ക് കിട്ടുന്നത്? സിക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 1/8 × 1848. റൈറ്റ്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8 കൊണ്ട് ചെയ്യാം. 2 8 16. റിമൈനിങ് ഉള്ള 2 ഉണ്ട്. 24 24, 1 8 2 16, 3 8 24. അപ്പോൾ 3 പ്രാവശ്യം. റിമൈനിങ് ഉള്ള 8ആണ്. 8ൽ 8 1 പ്രാവശ്യം. അപ്പോൾ എത്രയാണ്? 231. അതായത് 231 രൂപയാണ് സിക്ക് കൂലിയായിട്ട് ലഭിക്കുന്നത്. റിമൈനിങ് ഉള്ള എമൗണ്ട് അത്രയും എക്കും ബിക്കും ആണ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ആൻസർ? 231. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. രവി ദിവസവും 5 3/2 മണിക്കൂർ പഠിക്കുന്നു. ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി അവൻ തൻ്റെ സമയത്തിൻ്റെ 2 5/4 മണിക്കൂർ നീക്കിവെക്കുന്നു. മറ്റ് വിഷയങ്ങൾക്കായി അവൻ എത്ര സമയം ചിലവഴിക്കുന്നു? ഓപ്ഷൻ എ 2 15 11 മണിക്കൂർ,
ഓപ്ഷൻ ബി 3 15 13 മണിക്കൂർ. ഓപ്ഷൻ സി 3 15 11 മണിക്കൂർ. ഓപ്ഷൻ ഡി 2 15 13 മണിക്കൂർ. റൈറ്റ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് മിശ്ര ഭിന്നം സോൾവ് ചെയ്യാൻ അറിയാമോ അല്ലെങ്കിൽ മൈനസ് ചെയ്യാൻ അറിയാമോ എങ്കിൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയായി സോൾവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, ബേസിക് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: രവി ദിവസവും 5 3 2 മണിക്കൂർ പഠിക്കുന്നു. അപ്പോൾ അയാൾ ടോട്ടൽ ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, അതിൽ 5 3 2 മണിക്കൂറാണ് അയാൾ പഠിക്കുന്നത്. റൈറ്റ്. രവി പഠിക്കുന്നത് 5 3 2 മണിക്കൂർ. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? ശാസ്ത്രത്തിനും ഗണിതത്തിനും വേണ്ടി അവൻ തൻ്റെ സമയത്തിൻ്റെ 2 5 4 മണിക്കൂർ മാറ്റിവെക്കുന്നു. അപ്പം ശാസ്ത്രവും അടുത്ത ഗണിതവും പഠിക്കാൻ വേണ്ടി അയാൾ 2 5 4 മണിക്കൂർ മാറ്റിവെക്കുന്നു. റൈറ്റ്. എങ്കിലെന്താണ് കണ്ടുപിടിക്കാനുള്ളത്? മറ്റ് വിഷയങ്ങൾക്കായി അവൻ എത്ര സമയം ചിലവഴിക്കുന്നു. റൈറ്റ്. അതായത് ടോട്ടൽ അയാൾ ഉപയോഗിക്കുന്നത് 5 3 2 മണിക്കൂർ, അതിൽ 2 5 4 മണിക്കൂർ അയാൾ എന്താണ് മാത്സ് പഠിക്കാനും പിന്നെ ശാസ്ത്രം പഠിക്കാനും ഉപയോഗിക്കുന്നു. എങ്കിൽ ബാക്കി സമയമായിരിക്കും എന്താണ് ബാക്കി വിഷയങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം 5 3 2 നിന്ന് 2 5 4 കുറയ്ക്കണം. റൈറ്റ്. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കാം? 2 തരത്തിൽ കുറയ്ക്കാം. ഒന്ന് നമുക്ക് ഈ നമ്പേഴ്സിന് എടുത്ത് ചെയ്യാം. അല്ല രണ്ടാമത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ മിശ്ര ഭിന്നത്തെ നമുക്കെന്താണ് നോർമൽ ഭിന്നസംഖ്യയായിട്ട് കൺവേർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ 5 3 2 അതിനെങ്ങനെ സോൾവ് ചെയ്യാം? 5 × 3 15, 15 + 2 17. അതായത് 17 ഡിവൈഡഡ് ബൈ നോക്കുക ഡിനോമിനേറ്റർ അതുപോലെ എഴുതി 3 മൈനസ് അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? 2 5 4 അതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 5 × 2 10, 10 4 14. അപ്പോൾ 14 ഡിനോമിനേറ്റർ എത്രയാണ്? 5. റൈറ്റ്. ഇതിനെങ്ങനെ സോൾവ് ചെയ്യാം? ഒന്ന് നമുക്ക് ചെയ്യാന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. റൈറ്റ്. ഒന്നുകിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? LCM മെത്തേഡിൽ ചെയ്യാം. റൈറ്റ്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് LCM മെത്തേഡ് ചെയ്ത് നോക്കാം. അപ്പോൾ LCM എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററുകളെ നോക്കണത് 3 5, അതിൻ്റെ LCM എത്രയായിരിക്കും? 15 ആയിരിക്കും. റൈറ്റ്. അതായത് ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 5 മൾട്ടിപ്ലൈ 15. അപ്പോൾ 15 കൊണ്ട് ആദ്യത്തിൻ്റെ മൾട്ടിപ്ലൈ 15 17 3 മൈനസ് 15 × 14 ഡിവൈഡ് ബൈ 5 ഹോൾ ഡിവൈഡ് ബൈ എത്രയാണ്? 15. റൈറ്റ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 3 15 5 3 15 5. അപ്പോൾ 5 15 3. റൈറ്റ്. 17 × 5 എത്രയാണ്? 10 17 എത്രയാണ്? 170. അപ്പോൾ അതിൻ്റെ പകുതിയാകുമ്പോൾ 85. 85 മൈനസ് 14 × 3 28 38 42. 42 ഡിവൈഡഡ് ബൈ 15. റൈറ്റ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 ൽ 2 പോയാൽ 3, 8 ൽ 4 പോയാൽ 4 ഡിവൈഡ് ബൈ 15. റൈറ്റ്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 43 ഡിവൈഡഡ് ബൈ 15. റൈറ്റ്. അപ്പോൾ 15 ആകുമ്പോൾ 2 പ്രാവശ്യം 15 വരുമ്പോൾ 30. റിമൈനിങ് ഉള്ളത് 13. റൈറ്റ്. നമുക്കിവിടെ വേണ്ടത് ഏത് ഫോർമാറ്റിലാണ്? മിശ്ര ഭിന്നമാണ്. റൈറ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? ആദ്യം ഹരണഫലം എടുത്ത് എഴുതുക 2. അടുത്ത് ശിഷ്ടം എടുത്ത് ന്യൂമറേറ്ററിൽ എഴുതുക 13. അടുത്ത് നമ്മുടെ ഏത് നമ്പറുണ്ട് ഡിവൈഡ് ചെയ്ത് അത് ഡിനോമിനേറ്ററിൽ എഴുതുക 15. 2 15 13. റൈറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ. റൈറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. A can do 40% of a work in 12 days, whereas B can do 60% of the same work in 15 days. Both work together for 10 days. C complete the remaining work alone in 4 days. A, B and C together will complete 28% of the same work in option A 3 days, option B 2 days, option C 1.5 days and option D 2.5 days. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: A can do 40% of a work in 12 days. എ എന്ന് പറയുന്നൊരു വ്യക്തി ഒരു വർക്കിൻ്റെ 40% 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. whereas B can do 60% of the same work in 15 days.
അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന വേറൊരു വ്യക്തി ഈ സെയിം വർക്കിൻ്റെ 60% 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ബോത്ത് വർക്ക് ടുഗദർ ഫോർ 10 days. അവർ രണ്ടുപേരും കൂടി എയും ബിയും കൂടി ഈ വർക്ക് 10 ദിവസം ചെയ്യുന്നു. രണ്ടുപേരും ഒരുമിച്ച് ഈ വർക്ക് 10 ദിവസം ചെയ്യുന്നു. സി കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് എലോൺ ഇൻ 4 days. സി ഒറ്റയ്ക്ക്, ഈ മൂന്നാമത്തെ ആൾ സി എന്ന് പറയുന്ന വേറൊരു വ്യക്തി ഈ ബാക്കിയുള്ള, അതായത് 10 ദിവസം എയും ബിയും കൂടെ ചെയ്ത വർക്കിൻ്റെ ബാലൻസ് ഉള്ള വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. എ, ബി ആൻഡ് സി ടുഗദർ വിൽ കംപ്ലീറ്റ് 28% ഓഫ് ദ സെയിം വർക്കിൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എയും ബിയും സിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഈ സെയിം വർക്കിൻ്റെ 28% കംപ്ലീറ്റ് ആവാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം തന്നിട്ടുള്ള എന്തൊക്കെയാണ്? എ എന്ന് പറയുന്ന വ്യക്തി ഒരു വർക്കിൻ്റെ 40% 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ബി എന്ന് പറയുന്ന വേറൊരു വ്യക്തി ഈ സെയിം വർക്കിൻ്റെ 60% 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഈ എയും ബിയും കൂടി ഈ വർക്ക് 10 ദിവസം ചെയ്തു. എന്നിട്ട് ബാലൻസ് വർക്ക് സി എന്ന് പറയുന്ന മൂന്നാമത്തെ ആൾ 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. എങ്കിൽ ഈ സെയിം വർക്കിൻ്റെ 28% കംപ്ലീറ്റ് ചെയ്യാൻ എയും ബിയും സിയും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ, റൈറ്റ്? അപ്പോൾ നോക്കാം. ഇത് തന്നിട്ടുള്ള ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ വർക്കിൻ്റെ എ എന്ന് പറയുന്ന ആദ്യ വ്യക്തി ഈ വർക്കിൻ്റെ 40% കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 12 ദിവസമാണ്, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ 100%, അതായത് കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ അയാൾ എത്ര ദിവസം എടുക്കും? നമുക്ക് നോക്കാം. 40ൻ്റെ ഇരട്ടി എത്രയാണ്? 80. അപ്പം ഇതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 12ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 24 ആവും. 40ൻ്റെ പകുതി എത്രയാണ്? 20. അതായത് 40% പ്ലസ് 40% പ്ലസ് 20%, റൈറ്റ്? അപ്പോൾ 12 പകുതി 6. 12 24, 24 6 30. അതായത് 30 ദിവസം എടുക്കും, റൈറ്റ്? ഓക്കെ. അതായത് എ എന്ന് പറയുന്ന ആൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 40%, അതായത് ഒരു വർക്കിൻ്റെ 40% കംപ്ലീറ്റ് ആവാൻ 12 ദിവസം എടുക്കും. അപ്പോൾ 100%, അതായത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 30 ദിവസമായിരിക്കും, റൈറ്റ്? ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. നമുക്ക് 40% തന്നിട്ടുള്ളത് 40 100 ഇൻറ്റു 12, 40 100 അങ്ങനെയാണ് കണ്ടുപിടിക്കുക. 40% തന്നിട്ടുള്ളത്, അതാണ് 12. അത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 100%. കണ്ടുപിടിക്കേണ്ടത് അംശത്തിലെഴുതുക, എന്താണ് തന്നിട്ടുള്ളത് അത് ഛേദത്തിലെഴുതുക, റൈറ്റ്? അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ ചെയ്യാം. 4 12 4, 12ൽ 4 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 ഇൻറ്റു 10 എന്ന് പറയുന്നത് 30. അതാണ് നമുക്ക് കിട്ടിയത് 30 days. നെക്സ്റ്റ് അടുത്ത് എന്താണ് തന്നിട്ടുള്ളത്? ബി എന്ന് പറയുന്ന അടുത്ത വ്യക്തി ആ ടോട്ടൽ വർക്കിൻ്റെ 60% 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. 60% എത്ര ദിവസമാണ്? 15 ദിവസം, റൈറ്റ്? 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, റൈറ്റ്? അങ്ങനെയെങ്കിൽ 100%, അതായത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? 15 ദിവസം, റൈറ്റ്? അപ്പോൾ 20% എത്രയാണ്? 20% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 60നെ 3 ഭാഗിക്കുമ്പോൾ 20, റൈറ്റ്? അപ്പോൾ 15നെ 3 ഭാഗിക്കുക, അപ്പോൾ 5. 20% എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 100% എന്ന് പറയുന്നത് അതിൻ്റെ 5 മടങ്ങ്, അതായത് 25, അതായത് 25 days. ഓക്കെ. അപ്പോൾ നമ്മൾ 2 വാല്യൂസ് കിട്ടി. ഒന്ന്, എ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം 30 ദിവസം, ബി വർക്ക് കംപ്ലീറ്റ് എടുക്കുന്ന ദിവസം 25 ദിവസം, റൈറ്റ്? അപ്പോൾ 2ഉം കിട്ടി. അടുത്തെന്താണ് പറഞ്ഞിട്ടുള്ളത്? അടുത്ത് തന്നിട്ടുള്ളത് ഈ വർക്ക് രണ്ടുപേരും ഒരുമിച്ച് 10 ദിവസം ചെയ്തു, റൈറ്റ്? റിമൈനിങ് വർക്ക് സി 4 ദിവസം കംപ്ലീറ്റ് ചെയ്തു, റൈറ്റ്? അപ്പോൾ അടുത്ത് ചെയ്യാനുള്ളത് എ 30, ബി 25 കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ വർക്ക് ഇങ്ങനെ എടുക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ LCM ആയിരിക്കും, റൈറ്റ്? 30ൻ്റെയും 25ൻ്റെയും
LCM റൈറ്റ്. അപ്പോൾ 5 എടുക്കുമ്പോൾ 6 5 30, 25 5 5 പ്രാവശ്യം. ഇത് ചെയ്യുമ്പോൾ 5 6 30, 30 5 150 റൈറ്റ്. അപ്പോൾ 150 കിട്ടി. ഇനി അപ്പോൾ ടോട്ടൽ വർക്ക് 150. അപ്പോൾ എ നോക്കുമ്പോൾ ഇങ്ങനെ എയുടെ എഫിഷ്യൻസി ഇങ്ങനെ അറിയാം. 150 ഭാഗം എത്ര ദിവസം എടുക്കും? 30 ദിവസം കൊണ്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ, 5 3 15. അപ്പോൾ എ എന്ന് പറയുന്നത് 5, ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 150 ഡിവൈഡഡ് ബൈ 25 റൈറ്റ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 25 തന്നെ ചെയ്യാം. അപ്പോൾ 6, അപ്പോൾ 6 എന്ന് കിട്ടി റൈറ്റ്. അപ്പോൾ രണ്ടുപേരുടെ എഫിഷ്യൻസി കിട്ടി, എയുടെ 5ഉം ബിയുടെ 6ഉം. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യണമെങ്കിൽ എത്രയാണ്? 6 5 11 റൈറ്റ്. കൂട്ടുമ്പോൾ 11. ഇതിലെന്താണ് ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളത്? അവർ 10 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. 10 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു റൈറ്റ്. അപ്പോൾ 10 ദിവസം ആകുമ്പോൾ 10 × 11 അതായത് 110 റൈറ്റ്. 110 10 ദിവസം വർക്ക് ചെയ്തപ്പോൾ എന്തായി? 110 വർക്കായി. ഇനി റിമൈനിങ് ഉള്ള എത്രയാണ്? റിമൈനിങ് എത്രയാണ്? 150 ടോട്ടൽ വർക്ക് ഞാൻ പറഞ്ഞത്. അതിൽ 110 റിമൈനിങ് ഉള്ളത് 40. എന്താണ് ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളത്? റിമൈനിങ് വർക്ക് സി എത്ര ദിവസം കൊണ്ട് ചെയ്തു? 4 ദിവസം കൊണ്ട്. സി റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് 4 ദിവസം. അപ്പം സിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 40 ഡിവൈഡഡ് ബൈ 4. അതായത് 40 ടോട്ടൽ എഫിഷ്യൻ വേണ്ടത്. അതിൽ 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത്. അപ്പം അയാളുടെ എഫിഷ്യൻസി എത്രയാണ്? 10. അപ്പോൾ നമുക്ക് എന്താ കിട്ടി? എയുടെ എഫിഷ്യൻസി കിട്ടി. എയുടെ എഫിഷ്യൻസി എത്രയാണ്? അപ്പോൾ നമുക്ക് എന്താ കിട്ടി? എയുടെ എഫിഷ്യൻസി കിട്ടി. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5ഉം ബിയുടേത് 6ഉം സിയുടേത് 10 റൈറ്റ്. 3 കിട്ടി. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്? 28% വർക്ക് ചെയ്യാൻ എത്ര നേരം എടുക്കുന്നുണ്ട് കിട്ടാനുള്ളത് റൈറ്റ്. 28%. അപ്പോൾ ഇവിടെ മൊത്തം എത്രയായി? 5 6 11, 11ഉം 10ഉം 21 റൈറ്റ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 150 റൈറ്റ്. അതിൻ്റെ 21% എന്ന് പറയുന്നത് 21 ഡിവൈഡഡ് ബൈ 100 സോറി 28%. 28% കംപ്ലീറ്റ് ആവാൻ എത്ര ദിവസം എടുക്കും കണ്ടുപിടിക്കാനുള്ളത്? എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാനുള്ളത്? 1/21. അതായത് ഒരു ദിവസം 21 റൈറ്റ്. അവിടെ എഫിഷ്യൻസി പറഞ്ഞാൽ 21 ആണ്. അപ്പോൾ ഒരു ദിവസം 21, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ ചെയ്യാം. ഇവിടെ ചെയ്യുമ്പോൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ 7 3 21, 5 3 15 റൈറ്റ്. ഇനി ചെയ്യുമ്പോൾ 5ഉം 10ഉമായിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 10ൽ 5 2 പ്രാവശ്യം, 2ഉം 2ഉം ക്യാൻസൽ 2ഉം 28ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 14, 7ഉം 14 2. നമുക്ക് എത്ര കിട്ടി? 2 days റൈറ്റ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 2 days ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നിരുന്നത് എന്താണ്? എ ഒരു വർക്കിൻ്റെ 40% 12 ദിവസം കൊണ്ട് ചെയ്യും റൈറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എയുടെ വർക്ക് ചെയ്യാൻ എന്താണ്? 40% വർക്ക് ചെയ്യാൻ 12 ദിവസം. അപ്പോൾ 100% എന്ന് പറയുന്നത് 30 ദിവസം റൈറ്റ്. അപ്പോൾ എ എത്ര ദിവസം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ടോട്ടൽ 30 ദിവസം റൈറ്റ്. അടുത്തെന്താണ് തരുന്നത്? ബി അതേ വർക്കിൻ്റെ 60% കംപ്ലീറ്റ് ചെയ്യാൻ 15 ദിവസം എടുക്കും. ഓക്കെ. അപ്പോൾ 100% എടുക്കുക എത്ര ദിവസം എടുക്കും? 25 ദിവസം. അതായത് ബി ആ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ ഒറ്റയ്ക്കാണെങ്കിൽ 25 ദിവസം എടുക്കുന്ന കിട്ടി റൈറ്റ്. അടുത്തെന്താണ്? അടുത്ത് നമ്മൾ ചെയ്തത് ഇവയുടെ LCM കാണുക. അതായത് LCM എടുത്തപ്പോൾ 150 കിട്ടി. ഈ 150 എന്ന് പറയുന്നത് ടോട്ടൽ വർക്കാണ് റൈറ്റ്. അടുത്ത് ഇതിൽ നിന്നും എയുടെയും ബിയുടെയും എഫിഷ്യൻസി കണ്ടുപിടിച്ചു, 11 കിട്ടി. അടുത്തെന്താണ് ക്വസ്റ്റ്യൻ എന്നിരുന്നത്? എയും ബിയും 10 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. ക്വസ്റ്റ്യൻ എന്നിട്ടുള്ളതാണ് എയും ബി തന്നിട്ടുണ്ട്. ബോത്ത് വർക്ക് ടുഗദർ ഫോർ 10 days.
10 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ എത്ര വർക്ക് ചെയ്യുന്നു? 10 ദിവസം അതായത് 10 ഇൻറ്റു അവരുടെ എഫിഷ്യൻസി ഒരു ദിവസം എന്ന് പറയുന്നത് 11. അപ്പോൾ ടോട്ടൽ 110 വർക്ക് കംപ്ലീറ്റ് ആയി, റൈറ്റ്? അപ്പോൾ റിമൈനിങ് എത്ര വർക്കുണ്ട്? ടോട്ടൽ വർക്ക് 150 ആണ്. അതിൽ 110 കഴിഞ്ഞു, റിമൈനിങ് 40 ആണ്. അപ്പോൾ ഈ 40 വർക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് തന്നിട്ടുള്ളത്? അടുത്ത ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ് സി കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് എലോൺ ഇൻ 4 days. സി എന്ന് പറയുന്ന മൂന്നാമത്തെ വ്യക്തി റിമൈനിങ് വർക്ക് ഇവിടെ എത്രയാണ്? 40. അത് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അതായത് 40, അതായത് ടോട്ടൽ റിമൈനിങ് വർക്ക് എന്ന് പറഞ്ഞാൽ 40, അതിൽ 4 ദിവസം. അപ്പോൾ ഒരു ദിവസം ചെയ്തത് 10. അപ്പോൾ അവിടെ എഫിഷ്യൻസി കിട്ടി 10 എന്ന് കിട്ടി, റൈറ്റ്? അപ്പോൾ നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഒന്ന് എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 6 ആൻഡ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10. അങ്ങനെ 3 എഫിഷ്യൻസി കിട്ടി. അടുത്ത് എന്താണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? എയും ബിയും സിയും കൂടി ഈ വർക്കിൻ്റെ 28% കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ എ ഒരു ദിവസം 5 വർക്ക്, ബി ഒരു ദിവസം 6 വർക്ക്, സി ഒരു ദിവസം 10 വർക്ക്. അപ്പോൾ ടോട്ടൽ 3 പേരും കൂടി 21 വർക്ക്, റൈറ്റ്? നമ്മുടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 150. നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ടോട്ടൽ വർക്കിൻ്റെ 28% കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, റൈറ്റ്? അപ്പോൾ 150ൻ്റെ 28% എന്ന് പറയുമ്പോൾ 150 ഇൻറ്റു 28 ഡിവൈഡ് ബൈ 100, റൈറ്റ്? എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? എത്ര ദിവസം എടുക്കും? ഇത് 28% കിട്ടി. അത് എത്ര ദിവസം എടുക്കുമെന്ന് അറിയാൻ ഒരു ദിവസം അവർ ചെയ്യുന്ന എത്രയാണ്? 21 വർക്ക്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് 1/21, റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ സിമ്പിൾ ഫേം കിട്ടുന്നതാണ് 2 days, റൈറ്റ്? അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും താഴെ നൽകുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ സംബന്ധമായി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് നൽകുക.